ഹലോ ഗൈസ്, സോ നമ്മൾ പുതിയൊരു സെഷനിലോട്ട് എത്തുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു നമ്മൾ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ബാക്കിൽ പിക്ചറും ഉണ്ട്, സോ യു വിൽ ബി വെരി ഫെമിലിയർ. ഇനിയിപ്പോൾ ആ പഴയ 2 വീഡിയോസ് കണ്ടിട്ടില്ല നമ്മുടെ ചാനലിൽ വെച്ചാൽ ആ 2 വീഡിയോസും കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ എന്നുള്ളതേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ബിക്കോസ് ഇത് ആ വീഡിയോന്റെ കണ്ടിന്യൂവേഷൻ ആണ്. വി വർ ഡിസ്കസിങ് അബൌട്ട് ദ ചാപ്റ്റർ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. അതിലെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്ലഡ് കോയാഗുലേഷൻ പറഞ്ഞു, ആൻഡ് വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ബേസിക് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് അവർ ഹാർട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. And in class we will be discussing about cardiac cycle, which is one of the most important topic of this chapter. Okay. So this is basically the picture of a heart. ഹാർട്ടിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ഞാൻ വീണ്ടും ഹാർട്ട് വരയ്ക്കാൻ പോവാണ് ഫോർ ഡിസ്കസിങ് അബൌട്ട് കാർഡിയാക് സൈക്കിൾ. നമ്മളുടെ സാധാരണ കുഞ്ഞിപ്പിള്ളേർ വരയ്ക്കുന്ന ഡയഗ്രാം തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്, ബിക്കോസ് ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സോ ദിസ് ഇസ് റൈറ്റ് ഏട്രിയം, ദിസ് ഇസ് ലെഫ്റ്റ് ഏട്രിയം, ദിസ് ഇസ് right ventricle and this is left ventricle, you know. And ഈ right atriumത്തിന്റെ right side light there is a muscle group. Okay, there is a muscle group. And അതേപോലെ തന്നെ ഈ എന്താണ് ഈ സെപ്റ്റത്തിന്റെ പേരെന്താ? ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം അല്ലേ? ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്റ്റം ഇസ് AV സെപ്റ്റം ഓർ ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം. അവിടെയും ഒരു മസിൽ ഗ്രൂപ്പ് ഉണ്ട്. എന്തിനാ ഈ മസിൽ ഗ്രൂപ്പ്സ് ഇൻ ഹാർട്ട്? നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മയോജനിക് ഇൻ നേച്ചർ. വാട്ട് ഇറ്റ് ഇസ്? ആ ടേം എന്താ? മയോജനിക്. മയോജനിക് യൂഷ്വലി ലോവർ ഇൻവേർട്ടിബ്രേറ്റ്സ് എടുക്കാണ്. നിങ്ങൾ ആനിമൽ കിങ്ഡം പഠിച്ചപ്പോൾ ഇൻവേർട്ടിബ്രേറ്റ്സ് ഒക്കെ പഠിച്ചു, കുറേ ഫൈലംസ് നിങ്ങൾ പഠിച്ചു. ആ ഫൈലംസ് ഒക്കെ എടുക്കുവാണെങ്കിൽ, കോക്രോച്ച്, ആനലിഡ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ അവർക്കൊക്കെ ന്യൂറോജനിക് ഹാർട്ടാണ്. അവരുടെ ന്യൂറോൺസ് ആണ് അല്ലെങ്കിൽ അവരുടെ നെർവസ് സിസ്റ്റം ആണ് അവരുടെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. But in our case, our heart is controlled by a group of muscles, അല്ലെങ്കിൽ എന്താ പറയുക, tissues which is present in muscle itself, sorry, heart itself. ഹാർട്ടിൽ തന്നെയുള്ള ചില മസിൽസ് ആണ് നമ്മുടെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ മസിൽസ് ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് ബിക്കോസ് ഓഫ് ദോസ് ഇമ്പൾസസ് അവർ ഹാർട്ട് ഇസ് വർക്കിംഗ്. ഓക്കെ, നമ്മുടെ ഹാർട്ടിൽ തന്നെയുള്ള ചില ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഇസ് കൺട്രോളിങ് അവർ കാർഡിയാക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ ആക്ടിവിറ്റീസ്. ആ മസിൽസ് ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വാട്ട് ഇസ് കാർഡിയാക് സൈക്കിൾ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എ ഗ്രൂപ്പ് ഓഫ് മസിൽസ് വിച്ച് ഇസ് പ്രസന്റ് അറ്റ് ദ റൈറ്റ് കോർണർ ഓഫ് റൈറ്റ് ഏട്രിയം ഇസ് കോൾഡ് as SA node. Otherwise we will call it by the name സൈനോ-ഓറിക്കുലാർ നോഡ്. സൈനോ-ഓറിക്കുലാർ നോഡ് അല്ലെങ്കിൽ സൈനോ-ഏട്രിയൽ നോഡ് എന്നൊക്കെ വിളിക്കാം. നമ്മൾ ഷോർട്ട് ആക്കി SA നോഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി AV സെപ്റ്റത്തിന്റെ ഇവിടെ ആയിട്ട് എന്തുണ്ട്? വേറൊരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. അതും ഈ മസ്കുലർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്, ഹാർട്ട് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ആളെ വിളിക്കുന്ന പേരാണ് AV നോഡ്. ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റത്തിൽ ഇരിക്കുന്നതല്ലേ, സോ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്ന് വിളിക്കും. ദാറ്റ് ഇസ് AV നോഡ്. ഇനി അത് കഴിഞ്ഞാൽ there is a group of muscle bundles which pass through this what IV septum. ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിൽ കൂടെ വേറൊരു മസിൽ ബണ്ടിൽ പാസ് ചെയ്യുന്ന കാണാം, and that muscle bundle is called as bundle of His. Bundle of His, HIS, bundle of His. ഈ bundle of His റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും എന്ത് ചെയ്യും? ബ്രാഞ്ച് ചെയ്യും. ബ്രാഞ്ച് ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ ബി ഫോമിങ് സെവറൽ ബ്രാഞ്ചസ് ലൈക്ക് ദിസ്. കണ്ടോ, ഇങ്ങനെ കുറെ മസിൽ ഫൈബർ ബ്രാഞ്ചസ് ഇങ്ങനെ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് ഈ ബ്രാഞ്ചസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പർക്കിൻഷെ ഫൈബേഴ്സ്. ഇങ്ങനെ കുറെ ഫൈബേഴ്സ് ഫോം ചെയ്യും, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പർക്കിൻഷെ ഫൈബേഴ്സ്. ഇനി ഇവരുടെയൊക്കെ റോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹാർട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, റിലാക്സ്ഡ് സ്റ്റേറ്റ്. ഹാർട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് എല്ലാ ചേമ്പേഴ്സും ഏട്രിയും വെൻട്രിക്കിളും ഇങ്ങനെ റിലാക്സ്ഡ് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സുപ്പീരിയർ വീനക്കാവുണ്ട്, ഇൻഫീരിയർ വീനക്കാവുണ്ട്, അതിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് റൈറ്റ് ഏട്രിയത്തിലോട്ട്.
പൾമനറി വെയിനിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ് ഏട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് എങ്ങോട്ട് എത്തുന്നുണ്ട്? റൈറ്റ് വെൻട്രിക്കിളിലോട്ടും എത്തുന്നുണ്ട്. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് ബൈക്കസ്പിഡ് വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ടും എത്തുന്നുണ്ട്. ഓക്കെ, ഫുള്ളി റിലാക്സ്ഡ് സ്റ്റേറ്റിലിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് ഹാർട്ട് ഇസ് കോൾഡ് as diastole. ഓക്കെ, diastole. ഡയസ്റ്റോൾ. ഓക്കെ, ഡയസ്റ്റോൾ എന്ന് പറയുമ്പോൾ ഫുള്ളി റിലാക്സ് സ്റ്റേറ്റ് ആണ്. എല്ലാ ഹാർട്ട് ചേംബേഴ്സും റിലാക്സ് സ്റ്റേറ്റ് ആയതുകൊണ്ട് വി വിൽ കോൾ ഇറ്റ് ബൈ ദ നെയിം ജോയിന്റ് ഡയസ്റ്റോൾ. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ജോയിന്റ് ഡയസ്റ്റോൾ. എല്ലാം റിലാക്സ് സ്റ്റേറ്റിലാണ്. അപ്പൊ എല്ലാത്തുനിന്നും ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻ എ റിലാക്സ്ഡ് സ്റ്റേറ്റ്. അതിനുശേഷം എന്ത് സംഭവിക്കും എന്നറിയോ? ഈ പറയുന്ന റൈറ്റ് ഏട്രിയത്തിന്റെ ഈ അറ്റത്ത് കിടക്കുന്ന SA നോഡ് ഉണ്ടല്ലോ, ഈ SA നോഡ് വിൽ ബി സ്റ്റാർട്ട് ജനറേറ്റിംഗ് വാട്ട്? It will be starting generation of impulses. ആ ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് തുടങ്ങിയാൽ അതിങ്ങനെ ഏട്രിയത്തിലോട്ട് മുഴുവൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ആ ഇമ്പൾസസ് ഏട്രിയത്തിലോട്ട് മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദിസ് ഏട്രിയം വിൽ സ്റ്റാർട്ട് കൺട്രാക്ടിങ്. ഏട്രിയം എന്ത് ചെയ്യാൻ തുടങ്ങും? പതുക്കെ 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 കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. സോ നോർമലി ബ്ലഡ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കൺട്രാക്ട് ചെയ്തപ്പോൾ എത്രയാണോ ആദ്യം പോയിരുന്ന ബ്ലഡ് അതിനേക്കാൾ ഏകദേശം 30% അധികം ബ്ലഡ് എങ്ങോട്ടെത്തും? വെൻട്രിക്കിളിലോട്ട് എത്തും. ബിക്കോസ് ഓഫ് ദാറ്റ് കൺട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ SA നോഡ്. SA നോഡ് ആ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന കാരണം. SA നോഡാണല്ലോ ആ ഇമ്പൾസിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് നമ്മൾ SA നോഡിനെ വിളിക്കുന്ന പേരാണ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. SA നോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. ഓക്കെ, പേസ് മേക്കർ ഓഫ് ഹാർട്ട്. ഇനി അടുത്ത സ്റ്റേജ് നമ്മൾ പറഞ്ഞു ഏട്രിയം കൺട്രാക്ട് ചെയ്തു. സോ ജോയിന്റ് ഡയസ്റ്റോൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഏട്രിയം കൺട്രാക്ട് ചെയ്തു. ഏട്രിയം കൺട്രാക്ട് ചെയ്തേ ദാറ്റ് സ്റ്റേജ് ഇസ് കോൾഡ് as ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് കോൾഡ് as ഏട്രിയൽ കൺട്രാക്ഷൻ അല്ലെങ്കിൽ ഏട്രിയൽ സിസ്റ്റോൾ എന്ന് വിളിക്കും. സിസ്റ്റോൾ. ഓക്കെ, സിസ്റ്റോൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്ന് വിളിക്കും. റിലാക്സ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചെത്തുവാണ്. അതിനെ നമ്മൾ റീപോളറൈസേഷൻ എന്ന് വിളിക്കും. ന്യൂറോൺസിലൊക്കെ നമ്മൾ റീപോളറൈസേഷൻ ഡീപോളറൈസേഷൻ പഠിച്ചില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഡയസ്റ്റോളിനെ ഒന്നെങ്കിൽ റീപോളറൈസേഷൻ എന്ന് വിളിക്കും, റിലാക്സേഷൻ എന്ന് വിളിക്കും, അത് അല്ലെങ്കിൽ നമ്മൾ ഡയസ്റ്റോൾ എന്ന് വിളിക്കും. സിസ്റ്റോളിനെ നമ്മൾ കൺട്രാക്ഷൻ എന്ന് വിളിക്കും, അഥവാ ഡീപോളറൈസേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സിസ്റ്റോൾ. that are the different names or terminologies for the same thing. ഓക്കെ, അപ്പൊ SA നോഡിൽ നിന്ന് എല്ലാ ഇമ്പൾസും എവിടേക്ക് എത്തി? ഏട്രിയത്തിലോട്ട് എത്തി. സോ ബിക്കോസ് ഓഫ് ദാറ്റ് കൺട്രാക്ഷൻ എങ്ങോട്ട് എത്തും? വെൻട്രിക്കിളിലോട്ട് കൂടുതൽ ബ്ലഡ് എത്തും. എത്ര കൂടുതൽ? 30% കൂടുതൽ ബ്ലഡ് എത്തും. ഇനി ഈ പറയുന്ന SA നോഡിൽ നിന്നുള്ള ഇമ്പൾസുകൾ എങ്ങോട്ടെത്തി? ഇവിടെയുള്ള ഈ നോഡിലോട്ട് എത്തി. പേരെന്താ? AV നോഡ്, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡിലോട്ട് എത്തി. അതിനുശേഷം ഈ AV നോഡ് വഴി ഇമ്പൾസുകൾ എങ്ങോട്ട് പോവാൻ തുടങ്ങി? പർക്കിൻജെ ഫൈബേഴ്സ് വഴി വെൻട്രിക്കിൾസിലോട്ട് ഇമ്പൾസസ് പോവാൻ തുടങ്ങി. അപ്പോൾ ഈ ഇമ്പൾസ് ഇങ്ങോട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. വെൻട്രിക്കിൾസ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു വെസലും ഉണ്ട്, ഇവിടെ ഒരു വെസലും ഉണ്ട്. ഐ തിങ്ക് വി ക്യാൻ യൂസ് അനദർ കളർ, റൈറ്റ്? ഓക്കെ, ഇവിടെ ഒരു വെസൽ ഉണ്ട്, ഇവിടെ ഒരു വെസൽ ഉണ്ട്. കണ്ടോ? രണ്ട് വെസൽ ഉണ്ട്. ഇതാണ് പൾമനറി ആർട്ടറി, ദിസ് ഇസ് അയോട്ട. പൾമനറി ആർട്ടറി, ദിസ് ഇസ് അയോട്ട. ഇതിലോട്ട് ബ്ലഡ് പോവാൻ തുടങ്ങും ബിക്കോസ് ഓഫ് വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ. ഇവിടുത്തെ സെമിലൂണാർ വാൽവ് തുറന്ന് അതിലോട്ട് ബ്ലഡ് പോവാൻ തുടങ്ങും. ഈ സിസ്റ്റോൾ നടക്കുമ്പോൾ, ദാറ്റ് ഈസ് വെൻട്രിക്കിൾസ് സിസ്റ്റോളിലോട്ട് പോവാണ്. ബിക്കോസ് ഓഫ് ദിസ് ഇമ്പൾസസ് റീച്ചിങ് വെൻട്രിക്കിൾസ് ത്രൂ പർക്കിൻജെ ഫൈബേഴ്സ്, വെൻട്രിക്കിൾസ് സിസ്റ്റോളിലോട്ട് പോവാണ്. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ഓക്കെ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയും. വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ഈ വെൻട്രിക്കിൾസിൽ ഇങ്ങനെ പ്രഷർ കൂടി 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 വരുമ്പോൾ പതുക്കെ ഏട്രിയം എന്ത് ചെയ്യാൻ തുടങ്ങും? റിലാക്സ് ചെയ്യാൻ തുടങ്ങും. റിലാക്സേഷൻ നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് ഡയസ്റ്റോൾ. ആരാണ് ഡയസ്റ്റോളിലോട്ട് പോകുന്നത്? ഏട്രിയം. സോ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രഷർ ഇങ്ങനെ കൂടുന്നു, ഇവിടുത്തെ പ്രഷർ പതുക്കെ പതുക്കെ കുറയുന്നു. ദാറ്റ് ഇറ്റ് ഇസ് കമ്മിങ് ടു ഡയസ്റ്റോൾ. റിലാക്സേഷൻ പൊസിഷനിലോട്ട് വരാണ്. ദാറ്റ് ഇസ് ഏട്രിയൽ ഡയസ്റ്റോളിലോട്ട് എത്തി. ഏട്രിയൽ ഡയസ്റ്റോളി. ഏട്രിയൽ ഡയസ്റ്റോളിയിലോട്ട് എത്തി.
ഇനി എന്താ സംഭവിച്ചേ? വെൻട്രിക്കിൾസിലെ പ്രഷർ കാരണം ഈ പറയുന്ന സെമി ലൂണാർ വാൽവ്സ് വഴി അയോട്ടയിലോട്ടും അതുപോലെ തന്നെ പൾമനറി ആർട്ടറിയിലോട്ടും ബ്ലഡ് കയറിയപ്പോൾ എന്താ സംഭവിച്ചേ? ഇതിൻ്റെ ഉള്ളിൽ ബ്ലഡ് കയറിയ കാരണം പൾമനറി ആർട്ടറിയിലെ പ്രഷറും അയോർട്ടയിലെ പ്രഷറും കൂടാൻ തുടങ്ങി. സോ ഇവിടെ ഒരു ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്തു. പതുക്കെ വെൻട്രിക്കിൾസ് ഇങ്ങനെ വോളിയം എക്സ്പാൻഡ് ചെയ്തു. ദാറ്റ് ഇസ് അത് റിലാക്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് റിലാക്സേഷനിലോട്ട് എത്തുന്നു. ഇവിടുത്തെ ബ്ലഡിന്റെ പ്രഷർ കാരണം എന്ത് സംഭവിക്കും? ഈ പറയുന്ന വാൽവുകൾ അടയും. ഏത് വാൽവ്? സെമി ലൂണാർ വാൽവ്. അപ്പൊ നേരത്തെ ഞാനൊരു വാൽവ് അടയുന്ന കാര്യം പറഞ്ഞില്ല. ഏത് വാൽവ് അടയുന്ന കാര്യം ഞാൻ പറയാതിരുന്നേ? വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഏട്രിയം റിലാക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ പ്രഷർ കൂടാണ്. ആ പ്രഷർ കൂടുന്ന കാരണം എന്ത് സംഭവിക്കും? ഈ രണ്ട് വാൽവുകളും, നമ്മുടെ ബൈക്കസ്പിഡ് വാൽവും ട്രൈക്കസ്പിഡ് വാൽവും അടയുന്നുണ്ട്. ആ അടയുന്ന കാരണമാണ് ഹാർട്ടിന്റെ ഒരു സൗണ്ട്. ഹാർട്ടിന്റെ സൗണ്ട് എങ്ങനെയാ? ലബ് ഡബ് ലബ് ഡബ്. ആ ലബ് എന്ന് പറയുന്ന സൗണ്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് എപ്പോഴാ? ഈ പറയുന്ന ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും അടയുമ്പോഴാണ്. ബിക്കോസ് ഓഫ് ഇൻക്രീസ് പ്രഷർ ഇൻ വെൻട്രിക്കിൾ. ഇനി വെൻട്രിക്കിളിലെ പ്രഷർ കൂടി ഏട്രിയം റിലാക്സേഷനിലോട്ട് എത്തി. വെൻട്രിക്കിൾസ് പ്രഷർ കൂടുമ്പോൾ പൾമനറി ആർട്ടറിയിലോട്ടും അയോട്ടയിലോട്ടും ബ്ലഡ് കയറി. ഈ പൾമനറി ആർട്ടറിയിലും അയോട്ടയിലും ബ്ലഡ് കയറിയ കാരണം അവിടുത്തെ പ്രഷർ കൂടാൻ തുടങ്ങി. അവിടുത്തെ പ്രഷർ കൂടി വെൻട്രിക്കിൾസ് റിലാക്സേഷനിലോട്ട് പോകുന്നു. ആ റിലാക്സേഷനും ഇവിടുത്തെ പ്രഷറും കാരണം ഇവിടുത്തെ വാൽവുകൾ അടയും. ഏതാ? സെമി ലൂണാർ വാൽവ്. അത് കാരണമാണ് നമ്മൾ അടുത്ത ഹാർട്ട് സൗണ്ട് കേൾക്കുന്ന ഏത്? ഡബ്. ബിക്കോസ് ഓഫ് ദ ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൽവ്. സെമി ലൂണാർ വാൽവ്സ് ക്ലോസ് ചെയ്യുമ്പോൾ യു വിൽ ഹിയർ ദ നെക്സ്റ്റ് ഹാർട്ട് സൗണ്ട്, ദാറ്റ് ഇസ് ഡബ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിലോട്ട് ബ്ലഡ് കയറി ഈ പൾമനറി ആർട്ടറി വഴി ലങ്സിലോട്ട് ബ്ലഡ് ഓക്സിജനേഷന് വേണ്ടി എത്തും. അയോട്ടയിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ട് പോകും? ഡിഫറെന്റ് ബോഡി പാർട്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പോകും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ കാർഡിയാക് സൈക്കിൾ. എന്നിട്ട് അങ്ങോട്ട് ബ്ലഡ് പോയി. അപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ഇതെന്താ? വെൻട്രിക്കിൾസ് ഇതിലോട്ട് സെമി ലൂണാർ വാൽവ്സ് വഴി പൾമനറി ആർട്ടറിയിലോട്ടും അയോട്ടയിലോട്ടും ബ്ലഡ് കയറി അവിടുത്തെ പ്രഷർ കൂടാൻ തുടങ്ങിയപ്പോൾ വെൻട്രിക്കിൾസ് പതുക്കെ റിലാക്സേഷനിലോട്ട് എത്തി. ദാറ്റ് ഈസ് കോൾഡ് as വെൻട്രിക്കുലാർ റിലാക്സേഷൻ അഥവാ വെൻട്രിക്കുലാർ ഡയസ്റ്റോളി. വെൻട്രിക്കുലാർ ഡയസ്റ്റോളി. വെൻട്രിക്കുലാർ ഡയസ്റ്റോളി. സോ ഇത്രയും സ്റ്റേജസ് ആണ് നമ്മുടെ എന്തിൽ വരുന്നത്? കാർഡിയാക് സൈക്കിളിൽ വരുന്നത്. So SA node which is creating impulses will be helping in the contraction of our atrium. അപ്പോൾ ആദ്യം ഹാർട്ടിന്റെ എല്ലാ ചേമ്പേഴ്സും റിലാക്സ് പൊസിഷനിലാണ്. അതിനെ നമ്മൾ ഡയസ്റ്റോൾ എന്ന് വിളിച്ചു. അപ്പോൾ ആ റിലാക്സ് സ്റ്റേറ്റ് കഴിഞ്ഞപ്പോൾ ഈ SA node ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്തു, വിച്ച് ക്രിയേറ്റഡ് വാട്ട്? ഈ പറയുന്ന ഏട്രിയത്തിന്റെ കൺട്രാക്ഷൻ. ഓക്കെ, ഏട്രിയം കൺട്രാക്ട് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് as atrial systole. ഓക്കെ, ആ ഇമ്പൾസ് കാരണം ഏട്രിയം കൺട്രാക്ട് ചെയ്തു. എന്നിട്ട് ആ പറയുന്ന ഇമ്പൾസുകൾ എങ്ങോട്ട് എത്തി? AV നോഡിലോട്ട് എത്തി. AV നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ് പർക്കിൻജെ ഫൈബേഴ്സ് വഴി വെൻട്രിക്കിൾസിലോട്ട് എത്തി. അപ്പോൾ വെൻട്രിക്കിളിൽ പ്രഷർ കൂടി വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഈസ് കോൾഡ് as വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ആ വെൻട്രിക്കുലാർ സിസ്റ്റോളിന്റെ സമയത്ത് ആര് എങ്ങോട്ട് പോയി? ഏട്രിയം ഡയസ്റ്റോളിൽ പോയി. ഓക്കെ, ഏട്രിയം വിൽ ബി സ്റ്റാർട്ടിങ് ഡയസ്റ്റോൾ. ഏട്രിയം റിലാക്സ് ചെയ്യാൻ തുടങ്ങി. ഏട്രിയം റിലാക്സ് ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ പ്രഷർ കൂടാൻ തുടങ്ങിയപ്പോൾ, ഓക്കെ, ഇവിടുത്തെ പ്രഷർ കൂടാൻ തുടങ്ങിയപ്പോൾ സെമി ലൂണാർ വാൽവ്സ് വഴി എങ്ങോട്ട് കയറി? ബ്ലഡ് ഈ പറയുന്ന പൾമനറി ആർട്ടറി അയോട്ടയിലോട്ട് കയറി. അപ്പൊ അവിടുത്തെ പ്രഷർ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന വെൻട്രിക്കിൾസ് റിലാക്സ് സ്റ്റേറ്റിലോട്ട് പോകാൻ തുടങ്ങി. വെൻട്രിക്കിൾസിലെ പ്രഷർ കൂടുന്ന കാരണം ഏട്രിയം റിലാക്സേഷനിൽ പോയിട്ട് അവിടുത്തെ പ്രഷർ കുറയുന്ന കാരണം ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മൾ ഏത് സൗണ്ട് കേൾക്കും? ലബ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ സെമി ലൂണാർ വാൽവ്സ് വഴി പൾമനറി ആർട്ടറി അയോട്ടയിലോട്ട് കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുന്നു, വെൻട്രിക്കിൾസിലെ പ്രഷർ കുറയുന്നു. സോ യു വിൽ ഹിയർ ദ സെക്കൻഡ് ഹാർട്ട് സൗണ്ട്, ദാറ്റ് ഈസ് ഡബ്. സോ ഹാർട്ട് സൗണ്ട്സ് ഏതൊക്കെയാണ്, അത് എപ്പോഴൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. വൺ ഇസ് ഡ്യൂറിങ് ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൽവ് ക്ലോഷർ, ദാറ്റ് ഇസ് ലബ് എന്ന് പറയുന്ന സൗണ്ട്. ആൻഡ് സെമി ലൂണാർ വാൽവ്സ് ക്ലോസ് ചെയ്യുമ്പോൾ യു വിൽ ഹിയർ ദ സെക്കൻഡ് ഹാർട്ട് സൗണ്ട്, ദാറ്റ് ഇസ് ഡബ്. ആൻഡ് കാർഡിയാക് സൈക്കിളിലുള്ള 5 സ്റ്റെപ്സും നമ്മൾ പറഞ്ഞു. വാട്ട് ആർ ദ ഇവന്റ്സ് ഒക്കറിംഗ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇസ് ദാറ്റ് ക്ലിയർ? ദിസ് ഇസ് ഓൾ അബൌട്ട് കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് സൈക്കിൾ പറയുമ്പോൾ നമുക്ക് 2 ടെർമിനോളജീസ്, 2 ടേംസും കൂടെ പറയാനുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് കാർഡിയാക് സൈക്കിൾ നിർത്താം. ഓക്കെ, വിച്ച് ആർ ദോസ് ടെർമിനോളജീസ് നമുക്ക് നോക്കാം. ഓക്കെ, കാർഡിയാക് സൈക്കിൾ പറയുമ്പോൾ നമ്മൾ പറയേണ്ടതായിട്ടുള്ള 2 ടേംസ് ഉണ്ട്. സോ കാർഡിയാക് സൈക്കിൾ പറയുമ്പോൾ 2 ടേംസ് പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഇസ് സ്ട്രോക്ക് വോളിയം.
ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എന്താണ്? കാർഡിയാക് ഔട്ട്പുട്ട്. എന്താണെന്ന് നോക്കാം. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ബ്ലഡ് പംപ്ഡ് ബൈ അവർ വെൻട്രിക്കിൾസ് ഓക്കെ ഇൻ വൺ കാർഡിയാക് സൈക്കിൾ. ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹാർട്ട് ബീറ്റിനെയാണ് നമ്മൾ ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ കാർഡിയാക് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആ ഒരു കാർഡിയാക് സൈക്കിളിന്റെ സമയത്ത് നമ്മുടെ വെൻട്രിക്കിൾസ് എത്ര ബ്ലഡ് എക്സ്പെൽ ചെയ്യുന്നു, പുറത്തോട്ട് എക്സ്പെൽ ഔട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് ദ സ്ട്രോക്ക് വോളിയം. ഈ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ഏകദേശം 70 ml വരും. 70 ml ആണ് നമ്മുടെ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മുടെ വെൻട്രിക്കിൾസ്, രണ്ട് വെൻട്രിക്കിൾസിലും കൂടി ഒരു ഹാർട്ട് ബീറ്റിന്റെ സമയത്ത് അഥവാ ഒരു കാർഡിയാക് സൈക്കിളിന്റെ സമയത്ത് 70 ml ബ്ലഡ് ആയിരിക്കും ഇജക്ട് ഔട്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് വാട്ട് ഇസ് കാർഡിയാക് ഔട്ട്പുട്ട്? കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര ബ്ലഡ് വിൽ ബി ഇജക്റ്റഡ് ഔട്ട് ബൈ അവർ വെൻട്രിക്കിൾസ്. അതായത് നമ്മുടെ വെൻട്രിക്കിൾസ് ഒരു മിനിറ്റിൽ എത്ര ബ്ലഡ് പുറത്തോട്ട് കളയുന്നോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കാർഡിയാക് ഔട്ട്പുട്ട്. അതായത് നമ്മുടെ ഹാർട്ട് ഒരു മിനിറ്റിൽ 70 to 72 ടൈംസ് ഓക്കെ ഏകദേശം 72 പ്രാവശ്യം നമ്മുടെ ഹാർട്ട് വിൽ ബി ബീറ്റിംഗ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് അവർ ഹാർട്ട് റേറ്റ്. ഓക്കെ, നമ്മുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. 72 ബീറ്റ്സ് പെർ മിനിറ്റ്, 72 പ്രാവശ്യമായിരിക്കും നമ്മുടെ ഹാർട്ട് ഒരു മിനിറ്റിൽ ബീറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഒരു കാർഡിയാക് സൈക്കിളിൽ 70 ml ബ്ലഡ് ആണ് നമ്മുടെ വെൻട്രിക്കിൾസ് പുറത്തോട്ട് കളയുന്നത്. സോ ഒരു മിനിറ്റിൽ നമ്മുടെ വെൻട്രിക്കിൾസിൽ എത്ര ബ്ലഡ് പുറത്തോട്ട് കളയും? ദാറ്റ് ഈസ് 72 into 70 ml അല്ലേ? സിമ്പിൾ മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻ. ഓക്കെ, അപ്പൊ എത്ര വരിക? 70 into 72 എന്ന് പറയുമ്പോൾ എത്ര വരും? ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 5080 ml എന്നൊക്കെ വരും. നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 5 ലിറ്ററിന് എഴുതി വയ്ക്കും. ദാറ്റ് ഈസ് അവർ കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്താന്നുള്ളത് ഇപ്പോൾ മനസ്സിലായോ? കാർഡിയാക് ഔട്ട്പുട്ട് ഇസ് നത്തിങ് ബട്ട് സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. ഒരു മിനിറ്റിൽ എത്ര ബ്ലഡ് ആണോ നമ്മുടെ വെൻട്രിക്കിൾസ് പുറത്തോട്ട് പമ്പ് ഔട്ട് ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് കാർഡിയാക് ഔട്ട്പുട്ട്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇത്രയും കൺസെപ്റ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. വൺ ഇസ് അവർ കാർഡിയാക് സൈക്കിൾ വിച്ച് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. അത് മാത്രമല്ല, വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് 2 more concepts, ദാറ്റ് ഇസ് സ്ട്രോക്ക് വോളിയം ആസ് വെൽ as കാർഡിയാക് ഔട്ട്പുട്ട്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിക്കണം. And in the very next class, we will be discussing the next 2 topics of this chapter, that is ECG as well as disorders. ഹാർട്ടിലുള്ള കുറച്ച് ഡിസോർഡേഴ്സിന്റെ കാര്യം കൂടിയാണ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ തിങ്ക് ദിസ് സെഷൻ ഇസ് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ട് നോട്ട്സ് ഒക്കെ എഴുതി വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ബൈ.